അപ്പോൾ കുട്ടികളുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത്, അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ ഓവർ യൂസേജ്, ഇതൊക്കെ ഈ ഒരു ഡെവലപ്മെൻറ്റൽ ഡിലേക്ക് കാരണമാവുന്നുണ്ടോ? അതായത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വൈകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഡേഞ്ചർ എന്നുള്ളത്. ഈ സ്പീച്ച് അല്ലെങ്കിൽ സ്കിൽസ്, മോട്ടോർ സ്കിൽസ് ഡെവലപ്ഡ് ആകുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് സ്കൂളിലെത്തും. ബൈ ദ ടൈം ചൈൽഡ് റീച്ചസ് 4 ആയിരിക്കും. സ്കൂളിൽ നിന്ന് കംപ്ലയിൻറ്റ് വരുമ്പോഴായിരിക്കും മോസ്റ്റ് പേരൻസ് തിങ്ക് ദാറ്റ് ഓക്കെ എൻ്റെ കുഞ്ഞ് ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ പോലെ സംസാരിക്കുന്നില്ല, വേർഡ്സ് യൂസ് ചെയ്യുന്നില്ല, ചില ലെറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അവർ ഒരു പ്രത്യേക രീതിയിലാണ് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആകുന്നില്ല. ഇതെല്ലാം ഒരു 4 വയസ്സാണ് മോസ്റ്റ് ഓഫ് ദി ചിൽഡ്രൻ വരുന്നത്. അതിൻ്റെ ഇനിയൊരു റീസൺ വൈകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പേരൻറ്റിന് അറിയായിരിക്കും. ഓക്കെ, നമുക്ക് കാണുന്ന മോസ്റ്റ്ലി വരുന്നത് മാം സ്പീച്ച് ഇത്ര ലേറ്റ് ആയിരുന്നു, പക്ഷെ ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിൽ സംസാരിച്ചത് ലേറ്റായിട്ടാണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ അനിയൻ സംസാരിച്ച് ലേറ്റായിട്ടേ, അല്ലെങ്കിൽ അമ്മയുടെ അനിയൻ സംസാരിച്ച് ലേറ്റായിട്ടാണ്, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് ഫാമിലിയിലുള്ളതാണ് എന്നുള്ളത്. ഓക്കെ, പക്ഷേ ഈ സംസാരിച്ച് ലേറ്റ് പിക്ക് ആവുമായിരിക്കും, പക്ഷേ ചൈൽഡ് ലൂസസ് എ ലോട്ട് ഓഫ് സ്കിൽസ് ഓൾസോ. ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽസ് ഒരുപാട് മിസ് ഔട്ട് ആകുന്നു. അപ്പം നമ്മൾ എന്തുകൊണ്ട് അവിടെ ഇൻ്റർവീൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ചൈൽഡ് ക്യാൻ ആക്ച്വലി ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ.